ഓ മൈ ഗോഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ഓഡിഷൻ പത്തനംതിട്ട കോന്നിയിലെ ഒരു വീട്ടിൽ വെച്ച് നടക്കുകയാണ്. ഈ ഓഡിഷനിലെത്തുന്ന പെൺകുട്ടിയുടെ അമ്മയ്ക്കാണ് പണിയൊരുക്കി വെച്ചിരിക്കുന്നത്. കാണാം അടുത്ത നിമിഷങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കെണി എന്താണെന്ന്. ഓഡിഷൻ തുടങ്ങിയോ? ഇല്ലടോ, ഒന്നും ആയില്ല, പറഞ്ഞില്ല. അപ്പോൾ വിളിക്കാം കേട്ടോ. എത്ര മണിക്കാണ് പറഞ്ഞ ഓഡീഷൻ? 3 മണിയോ? 3 മണിക്കാണെങ്കിൽ ഇപ്പോഴേ വരണ്ടല്ലോ. 3 മണിയാകുമ്പോൾ വന്നാൽ മതി. എവിടെയാ സ്ഥലം? എവിടെയാ? അടുത്ത് തന്നെയാണ്. പേരെന്താ പറഞ്ഞേ? ഓക്കെ ഓക്കെ, അത് ലേറ്റാവും. 3 മണിക്കല്ലേ, അപ്പോഴത്തേക്ക് വന്നാൽ മതി കേട്ടോ. നിങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ആണേ, പിന്നെയാണേ ഓഡീഷൻ കേട്ടോ. പിന്നെ വിളിക്കേ, മാറി നിൽക്കേ. ആ ശരി ശരി. നിഷ. ആ ഓക്കെ. മേഡം എന്നെ വിളിക്കുന്നില്ല. പേര്? പേര് ഞാൻ സോണിയ അല്ലേ? സോണിയ ഇനി അടുത്തതാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നിഷയുടെ അത് കഴിഞ്ഞിട്ട് വിളിക്കാം. നിഷ ഇതൊന്ന് ഫില്ല് ചെയ്യണേ. നിഷ എവിടെന്നാ വരുന്നേ? ഞാനിവിടെ ഇളകൊള്ളൂർ. നേരത്തെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഈ മറ്റേ ഇൻസ്റ്റയിലൊക്കെ റീൽസും കാര്യങ്ങളൊക്കെ അത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അല്ലാതെ മൂവീസ് ഫസ്റ്റ് ടൈമാണ്? ഷോർട്ട് ഫിലിമോ? ഇല്ല, ഫസ്റ്റ് ടൈം. ഓ, എല്ലാം ഫസ്റ്റ് ടൈമാണ്. ഓക്കെ ഓക്കെ. സാർ തമിഴ് മൂവീസാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാ മലയാളം മൂവി. അപ്പൊ ന്യൂ ഫേസ് വേണോന്ന് വെച്ചിട്ടാണ് ഓഡീഷൻ ചെയ്ത് കൊടുത്തത്. പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ, പ്രദീപ്. സാർ വരട്ടെ? ശരി ഓക്കെ സാർ. അല്ല, നിഷ മാത്രം വന്നാൽ മതി. അമ്മ ഇവിടെ വെയിറ്റ് ചെയ്യും. സ്ക്രീനിങ് കഴിഞ്ഞിട്ട് അമ്മയെ വിളിക്കാം. വെയിറ്റ്. അമ്മ ഫോൺ കയ്യില്ല. എന്താണ്ടമ്മ ഇങ്ങനെയൊക്കെ? അതാ ചോദിച്ചാൽ ഇത് വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ. എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മയും അമ്മൂമ്മയൊക്കെ ഉള്ളൂ, ആണുങ്ങളാരും ഇല്ല. ഞാൻ തന്നെയാണ് വന്നത്. ഓച്ചിറയിലാണ് എൻ്റെ വീട്. അപ്പം ഞാൻ തന്നെയാണ് വന്നത്. എന്നാ പറ്റി? അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങൾ ആർക്കെങ്കിലും ലൊക്കേഷൻ അയച്ച് കൊടുക്കണമല്ലോ. അത് ശരിയാ. എനിക്കാണെങ്കിൽ വേറെ ആരെയും പരിചയമില്ല. അമ്മയുടെ പേരെന്താ? എൻ്റെ പേര് ആശ. അമ്മൻ്റെ പേരെന്താ? എൻ്റെ പേര് സോണിയ. ഇത് സാധാരണ ഹോട്ടലിലൊക്കെ വെച്ചിട്ടാണ് അല്ലേ? സോണിയ ഒന്ന് ഇങ്ങോട്ട് വരുമോ? എന്താ? ഒന്ന് ഇവിടെ ഇട്ട് വരാം. ഫില്ല് ചെയ്തായിരുന്നു അല്ല? ഇതായിരുന്നു. വേറെ ആരെങ്കിലും കൂടെ വന്നോ? ഒറ്റയ്ക്കാണോ? ഇല്ല, ആരും വന്നു. ഒറ്റയ്ക്കാണോ? ഇപ്പോൾ ഇവിടെ ഇരിക്കും. തന്നെ ഇവിടെ എടുത്ത്. മാഡം അവിടെ സ്ക്രീനിങ് നടക്കുവാണ് കേട്ടോ. അമ്മ അമ്മ ഇരിക്കൂ. ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ, ഒറ്റയ്ക്കാണോ വന്ന് നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോക്കട്ടെ, അവൾ ആദ്യം ഇറങ്ങി വരട്ടെ. ആണല്ലേ. എൻ്റെ കൂടെ ആരും വന്നിട്ടുണ്ടോ എന്നൊക്കെ എടുത്തെടുത്ത് ചോദിച്ചു. എന്നെ കോളിൽ വിളിക്കുമ്പോഴും ചോദിച്ചു, ഒറ്റയ്ക്കാണോ വരുന്നേ എന്നൊക്കെ ചോദിച്ചു. ചേച്ചിയോട് അങ്ങനെ വല്ലതും ചോദിച്ചിട്ടുണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നു ഞാൻ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നില്ലേ? പേടിക്കണ്ട, കൂടെ വരാനായിട്ട് വേറെ ആരും ഇല്ല. അതാണ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സിനെങ്കിലും കരുതണം കൂടെ. എന്താണ് നമുക്ക് ഇപ്പോഴത്തെ കാലം നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അതാണ് പേടിപ്പിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞതാ, എവിടെ പോയാലും ഒരാളൊരു ഫ്രണ്ട്സിനെങ്കിലും ഒന്നല്ലേ ലൊക്കേഷനെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഡോറൊക്കെ അങ്ങനെ ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്താ? ഇത് ഡോറൊന്നും അങ്ങനെ നമ്മൾ ലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് പറഞ്ഞാൽ പിന്നെ മാത്രമല്ലേ ഉള്ളൂ തന്നെ. ഇതിനകത്ത് പിന്നെ നീയും അവരല്ലേ ഉള്ളൂ. അതെ അതെ, സാരമില്ല, ഞങ്ങൾ ഇറങ്ങിയാലും പുറത്ത് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്പർ തന്ന മോൻ്റെ. സാധാരണ ഓഡീഷൻസ് ഹോട്ടലിലൊക്കെ വെച്ചിട്ടാണ്. മോളെ പോകല്ലേ, സംസാരിച്ചിട്ട് പോവാം മോളെ.
മോളെ സംസാരിച്ചിട്ട് പോവാം. എനിക്ക് നിങ്ങളൊന്നും പറയാനില്ല. എന്താന്ന് ചോദിക്കട്ടെ? നീ എന്താ വിചാരിച്ചേ? ഞാൻ തുപ്പത് പറഞ്ഞിട്ടതാ. എനിക്ക് അങ്ങനെ കടന്നു കൊടുത്തിട്ട് അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക്. എന്താണ് പ്രശ്നം? എന്തുവാണ് പ്രശ്നം? എന്താണ് ഇപ്പൊ പ്രശ്നം? അവൻ ഇവിടെ നിന്ന് കയറി പിടിച്ചെന്നെ. നിങ്ങൾ എന്താ വിചാരിച്ചു ഞങ്ങളെ കുറിച്ച്? അഭിനയിക്കാൻ വന്നപ്പോൾ എങ്ങനെ ഇതിനായിട്ട് വന്നെങ്കിൽ വിചാരിച്ചോ? താൻ അവിടെ ഇരിക്കുക. എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? എന്തോന്ന് ചോദിച്ചു? അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആക്കണം പോലെ. ഇവിടെ ഇരിക്കെ പറയുന്നേക്ക്. തൊടരുത് തന്നെ. എന്തുവാണോ ഇത്? താൻ അവിടെ ഇരിക്കേ. ചേച്ചി അത് ആരാണ്? ഏത് പ്രൊഡക്ഷൻ? അവൻ പുറത്തു പോകണ്ടോ? ഞാൻ എന്തോ ചെയ്തേ? എന്തോ ചെയ്തെന്നോ? ഒരു സംഭവം അഭിനയൊക്കെ പറഞ്ഞു തരണ്ടേ? ഇങ്ങനെയാണ് അഭിനയിക്കാൻ പറഞ്ഞിരുന്നത്. എന്റെ ഫോട്ടോ എടുത്തിട്ടാണ് നീ അഭിനയിക്കാൻ പറഞ്ഞിരുന്നത്. ഞാനൊരു കാര്യം പറ്റി സഹോദരി പറഞ്ഞ് മനസ്സിലാക്കൂ. ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് സംസാരിക്കണ്ടേ? ഞാൻ കാര്യം സംസാരിച്ചല്ലേ ഉള്ളൂ. താങ്കൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉപദ്രവിച്ചോ? ഉപദ്രവിച്ചിട്ടില്ലേ? താൻ എന്തു തന്നെ ചെയ്തേ? ഞാനൊന്നുമില്ല, ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അത് സാറിന് ഓൾറെഡി വേണ്ടേ? മാഡം സൗകര്യം മനസ്സിലാക്കാനുള്ളത് സിനിമയല്ലേ? സിനിമയ്ക്ക് അത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട്. അത് ചെയ്തേ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? ഒരാളുടെ പറഞ്ഞ് മനസ്സിലാവണ്ടേ? ആൾ കുട്ടി ഇറങ്ങി അവിടെ ഒന്ന് ഓടി. അതുകൊണ്ട് ഞാനൊന്ന് പിടിച്ചു നിർത്തിയതേ ഉള്ളൂ. അതറിയില്ല, എനിക്കറിയില്ല. ഞാൻ ഫോട്ടോ തുറക്കണോ? ലോക്കില്ല. താൻ എന്തോ പറയുന്നു? ഞാൻ അങ്ങനെ ഫോട്ടോ എടുത്ത് എന്നെ ബലം പിടിച്ചിട്ട്. ഇല്ല വേണ്ട. എനിക്ക് അവളുടെ സമ്മതത്തോടെയാണ് ഫോട്ടോ. കണ്ടോ അല്ലേ സൗകര്യം? നോക്കി സമ്മതത്തോടെ അല്ലേ? ഡീറ്റി കിടക്കട്ടെ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ മാന്യമായിട്ടല്ലേ ഫോട്ടോ എടുത്തത്. അല്ല കിടത്തോടെ. അവള് സിനിമയ്ക്ക് നല്ല അവസരം കൊടുക്കാം. ഞാൻ പറയട്ടെ സൗകര്യം, ഞാൻ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ രേഖാമൂലം ചെയ്തില്ല. സൗകര്യം ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ ഇതേപോലെ ഒരുപാട് ആൾക്കാരെ കാണുന്നതല്ലേ. താൻ ഇങ്ങോട്ട് ഇരിക്കടോ. താൻ ഇങ്ങോട്ട് കൂളാവത്. എന്താണ് ഇങ്ങനെ? നിങ്ങളൊരു പെണ്ണല്ലേ? ഞാൻ ഇനി സൗകര്യം വെറുതെ ഉപദ്രവിച്ചില്ലല്ലോ. ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഞാൻ കയ്യിലിങ്ങനെ പിടിച്ചപ്പോൾ കുട്ടി അവിടെ നിന്ന് ഇറങ്ങി ഓടി. അല്ല ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് പിടിച്ചു. കുട്ടി ഒന്ന് കുതിര ഓടുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കുതിര ഓടിയില്ലേ? ഇനി ഞാൻ എന്റെ തെറ്റാണോ? അല്ലേ മോളെ? സൗകര്യം ഇങ്ങനെ ടച്ച് ചെയ്യുന്നത് മോശമാണോ? ചോദിക്കുന്നേ സത്യസന്ധമായിട്ട് ഞാൻ ചോദിച്ചേ ഉള്ളൂ. പിന്നെ ഫോട്ടോ അവള് സംഭവം ഞാൻ അങ്ങനെ ചെയ്തില്ല സൗകര്യം. ഇതാ ഇതുപോലെ സൗകര്യം ഒന്ന് മനസ്സിലാക്കണം. സൗകര്യം സൗകര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഹലോ പ്രദീപനല്ലേ? എടോ താനിവിടെ ഇങ്ങനെ ഓഡിഷൻ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന എന്തിനാ? ഓഡിഷൻ വന്നിട്ട് കൊണ്ടുവരുന്നത് നമ്മൾ ഓരോ ഓഡിഷനായിട്ട് ഓരോ ആൾക്കാരെ പറയും. അതനുസരിച്ച് ഞാൻ ആൾക്കാർ ഇവിടെ എത്തി. ഇവിടെ നിങ്ങൾ സിനിമയിലൊക്കെ അവസരം കൊടുക്കുന്നത് കൂടെ കിടത്തിയിട്ടാണോ? അയ്യോ അല്ല, എന്ത് പറ്റി? ഇയാൾ എന്നെ കയറി പിടിച്ചു. എന്റെ ഫോട്ടോ ഒക്കെ പിടിച്ചെടുത്ത് ഇവിടെയുള്ള ഒരു വൃത്തിയായിട്ടവൻ. എന്റെ അമ്മയുള്ള ഞാൻ കേൾക്കുന്നുണ്ട്. അവളുടെ കയ്യിലൊക്കെ ചുമന്ന് കിടക്കുക. ഇവിടെ നിക്കണ്ട കേട്ടോ, വേഗം പോവാ. ഞാൻ അമ്മയോട് അതാണ് പറഞ്ഞത്. ചേട്ടാ വേറെ ഒന്നും ചെയ്തതല്ല. എന്റെ കൊച്ചിന്റെ കൈ മുറിഞ്ഞു. അത് എങ്ങനെ? പ്രദീപേ, കുട്ടിയുടെ ഞാൻ ഒരു ആക്ഷൻ പറഞ്ഞു കൊടുത്തപ്പോൾ കുട്ടി എന്റെ കൈ തട്ടി ഓടിയതാണ്. അങ്ങനെ ഞാൻ അവളെ പിടിച്ചു നിർത്തി. ചേട്ടാ മോശമായിട്ട് പറഞ്ഞു കൊടുത്തോണ്ടായിരിക്കും അവളെ തട്ടി ഓടിയത്. അഭിനയിക്കാനുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തതാണ് ചേട്ടാ. ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ? ഫസ്റ്റ് ടൈം അല്ലേ? അയാളോട് ഇവിടെ വരാൻ പറ. എടോ താൻ ഇവിടെ വേഗം വന്നു. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ആൾക്കാരെ വിളിച്ചു കൂട്ടും. ഞാൻ തൊട്ടിപ്പുറത്തെ ലൊക്കേഷനിലുണ്ട്. ഓക്കെ അങ്ങോട്ട് വരാം. വേണമെങ്കിൽ നല്ല വരണം. വന്നേ പറ്റൂ. ഇവരെ അങ്ങോട്ട് വിടണോ? വേണ്ട, കൂടി അവിടുന്ന്. താൻ ഇവിടെ വരണം. നിനക്കൊരു വേഷം പോലെ ഒരു പെണ്ണിങ്ങനെ വന്ന് കരയുമ്പോ ഞാൻ അഭിനയിക്കുന്ന പറഞ്ഞല്ലേ? ഹലോ നിഷയുടെ അമ്മയുടെ കയ്യിൽ കൊടുക്ക്, ലൗഡ് സ്പീക്കർ കൊടുക്ക്. നിങ്ങൾ ഇങ്ങോട്ട് വരൂ. ഞാൻ അങ്ങോട്ട് വരാം. പിന്നെ ആ ഡയറക്ടർ എന്ന് പറയുന്നത് വിടരുത്. അവിടെ വെച്ചേക്ക്. ഇവനെ വിടത്തില്ല. 10 മിനിറ്റ് ഞാൻ ലൊക്കേഷൻ ഒന്ന് പോകാം. ലേഡീസ് ആണ്, നിങ്ങൾ സംസാരിച്ചില്ല. ഇല്ല, ഇവിടെ നീ പോകാൻ പറ്റുന്നില്ല. നീ ഇവിടെ നിൽക്ക്. അല്ല ഞാനൊന്നും മാഡം ഒന്ന് പറയുന്നത് കേൾക്കും. അല്ല നിങ്ങൾ ലേഡീസ് നിങ്ങൾ സംസാരിച്ചു. ഡയന സംസാരിക്കൂ. എന്നെ ഇട്ട് കൊടുത്തിട്ട് സാർ എവിടെ പോണത്? ഞാൻ കാണിച്ചില്ലല്ലോ. ഡയന പറഞ്ഞു സാർ അവർക്ക് സാർ പറയുന്നത് ഇപ്പൊ മനസ്സിലാവുന്നില്ല. അതാണ് വിഷയം. അതുപോലെ ഡിലീറ്റ് ആക്കുന്നില്ല. ഞാൻ ഡിലീറ്റ് ആക്കി. ഫോൺ എടുക്കടാ നീ. ഡിലീറ്റ് ആവുന്നില്ല. എന്തോ പ്രശ്നം. ഇങ്ങോട്ടാ, ഞാൻ എറിഞ്ഞു പൊട്ടിച്ചേരാം.
ഫോട്ടോ അമ്മ അത് വാങ്ങിക്കാമേ. ഇങ്ങോട്ട് താഴെ ഇഞ്ചി കയറി ശരി ഡയാന ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. അത് പോകുന്നമ്മേ. അവിടെ ഇല്ലടോ. അല്ല മേഡം ഞാനൊരു കാര്യം മേഡം ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കും. ഞാൻ മോളെ ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞതേ കുട്ടികളെ സംസാരിച്ചതേ ഉള്ളൂ. സാർ ഇവിടെ ജസ്റ്റ് ഇരിക്കൂ. ഇരിക്കും. എന്നാ പിന്നെ അവന്റെ മടിയിൽ കയറി ഇരുന്ന് കൊടുക്ക് നീ. ഇത് ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. നീ ഒരു പെണ്ണല്ലേ? മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മോളെ ഞാൻ ജസ്റ്റ് അല്ല മാഡം ഞാൻ ഓക്കെ ശരി. കഴിഞ്ഞ ഷെഡ്യൂളിൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായില്ല. ഞാൻ അതാണ് അങ്ങനെ ആലോചിക്കുന്നത്. അല്ല മേഡം ഞാൻ ചോദിക്കുന്നു ഇവിടെ പ്രശ്നമാട്ടോ. ഇങ്ങനെ പിടിച്ചു ഇവിടെ തെണ്ടി ആ വിളിച്ച പ്രൊഡക്ഷൻ കൺട്രോളെ വിളിച്ചിട്ട് ഇവിടെ നിൽക്കുക. അനാവശ്യങ്ങളൊന്നും വിളിച്ച് പറയരുതേ. ഞാൻ ഇപ്പോഴാ മോളെ പിടിച്ചേ. ഞാൻ ഇങ്ങനെ ചേർന്ന് ഒരു സെൽഫി എടുത്തതാണോ? അല്ല മേഡം ഞാൻ പറഞ്ഞു മേഡം ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ എടുക്കുന്നത് തെറ്റാണോ? അല്ല മേഡം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു ഞാനൊന്ന് പോട്ടെ. ഞാനൊന്ന് ഡീൽ ചെയ്തേക്ക്. ശരി മേഡം ഞാനൊന്ന് പുറത്തി. നീ അങ്ങനെ പോകത്തില്ല. നീ അങ്ങനെ മേഡം നിഷ ഞാൻ പ്രദീപാണേ. ഹലോ തുറക്കോ. അമ്മയാള് പുറത്തിറങ്ങി പോവാമേ. ഇല്ല ഞാൻ അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ വെറുതെ അവിടെ ഇരിക്കണേ എന്നിട്ട് ഞാൻ തുറക്കാം. ഞാൻ തുറക്കാം. ഇങ്ങോട്ട് മാറി നിൽക്കേ. നീയല്ലേ ഇതിന്റെ വലിയ ആള്. നിന്റെ സാറിന് കൂടെ നീ പോയിരിക്കേ. പിടിച്ചിരുത്തവണേ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാനേ ഇത്തിരി തിരക്കില്ല. ഇല്ല അവിടെ ഇത് ഞാനങ്ങ് പുറത്തേക്കാം. ഞാനങ്ങ് പുറത്തേക്കാം. നടിമാരെത്തും പറഞ്ഞാൽ എത്തിയിരിക്കും. 2 മണി നടിമാരും എത്തും കേട്ടോ. ഓക്കെ കട്ടെ. ഞാൻ അത്യാവശ്യമായിട്ട് നിൽക്കുന്നു. എന്താ ഇയാൾ എന്നെ കേറി പിടിച്ചു. എന്ത് കണ്ടോ? ഇയാൾ എന്തോ നീ ഇവിടെ ഡയറക്ടർ. ഏത് ഡയറക്ടർ പറഞ്ഞറിയാലോ നിന്നെ? എടാ ഇത് കണ്ടോ യവനാണെന്ന് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ കുട്ടിയെ വിടായിരുന്നു. കുടുംബത്തിൽ പറഞ്ഞ കുട്ടിയാണ്. ഇത് അമ്മയല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എടാ ജിമിട്ട് ബാബു നീ നിന്റെ പേരെന്തെന്ന് പറഞ്ഞു ഇവിടെ? സുമേഷ്. ഇവന്റെ നിന്റെ പേരിൽ മറ്റേ കേസൊക്കെ തീർന്നോ? സുമേഷോ? ജിമിട്ട് ബാബു എന്നാണ് അവന്റെ ഒറിജിനൽ പേര്. ഞാൻ മറ്റേ ഫിലിം ചെയ്തപ്പോൾ ആ പേരായിരുന്നു. അത് തന്നെ. നീ ഇപ്പൊ മറ്റേ പെണ്ണ് കേസ് ഇപ്പൊ എന്തോ ഒരു കേസ് നടന്നോണ്ടിരിക്കുകയാണ്. കേസല്ല അത് എന്റെ ഭാഗത്ത് തെറ്റല്ല. കേസൊക്കെ വിട്ടുപോയി. എന്റെ പൊന്നെ എന്നെയും കൂടെ കൊടുക്കുന്ന കേസായി പോയില്ല. തമിഴിലൊക്കെ ഒരുപാട് സിനിമ സാർ ചെയ്തു. പ്രദീപ് സംസാരിച്ചിട്ടുള്ളൂ. ഞാനൊന്ന് അടുത്തേക്ക് മീറ്റിംഗ് ഇതാ ഇയാളുടെ ഫോണിൽ പിടിച്ചു വെച്ചേക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. ജയിച്ചോ? ശരി ഞാൻ ഇത് കണ്ടോ ചേട്ടാ? ഇത് കണ്ടോ? എന്ത് നല്ല ഫോട്ടോ. അവള് സമ്മതത്തോടെ ഞാൻ എടുത്ത ഫോട്ടോയാണ്. സാറേ ഞാൻ പറയട്ടെ. ഞാനൊന്നും കാണിച്ചില്ല സൗകര്യ. ഞാൻ ഇങ്ങനെ ഞാൻ പറയട്ടെ സാർ. ഞാൻ പറയട്ടെ. ഇരിക്കാം. എന്റെ കഴിഞ്ഞ ഷെഡ്യൂളിൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇരിക്കാം. എന്നിട്ടും അവന്റെ ആ ജാട അതല്ല ഞാൻ കഴിഞ്ഞ എന്റെ ഷെഡ്യൂളിൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായില്ല. ആരുണ്ടായില്ല? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു കുട്ടിയുടെ അമ്മേനെ നീ അടി കൊണ്ടില്ലടാ. കഴിഞ്ഞ ഷോർട്ട് ഫിലിം പിടിച്ചതിന് കൊച്ചിന്റെ അമ്മേനെ അടി കൊണ്ട് നീ ചുരുണ്ടില്ലടാ. നീ അത് സീൻ ബൈ സീൻ ഞാൻ പറയട്ടെ. നിങ്ങൾ തല്ലുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ സാർ. ഞാൻ കാര്യം ചോദിച്ചു. ഇങ്ങനെ നിന്നൊരു ഫോട്ടോ എടുത്തത് ഇങ്ങനെ ഒരു കുട്ടി ഫോട്ടോ എടുത്തു. മോളെ എന്ത് ഞാൻ ചോദിച്ചത് അല്ലെ ഞാൻ അവളെ ഒന്ന് പറഞ്ഞു ഇങ്ങനെ ചെയ്തല്ലേ ഉള്ളൂ. ഞാൻ പറയട്ടെ. ഞാൻ പുറത്ത് നിൽക്കാം. എനിക്ക് വല്ലാത്തൊരു വീപ്പിലെ പ്രശ്നമുണ്ട്. അല്ലാതെ കൂട്ടിയായിരുന്നു. ആ ചാവി എടുത്തോണ്ട് മറ്റേ ചാവി എടുത്തോണ്ട് പോയാൽ നീ ആള് കൊള്ളാല്ലേ? ഞാനൊരു കാര്യം അല്ലേ പെണ്ണാണ്. സ്ത്രീയെ കണ്ട സ്ത്രീ അല്ല പ്രദീപ് ഞാൻ പറയട്ടെ. നീയേ കഴിഞ്ഞ ഷോർട്ട് ഫിലിമിന്റെ ഒരു പേരും പറഞ്ഞ് ഒരു 2 പെൺകുട്ടിയുടെ കേസ് ഇപ്പോഴും കോടതി കിടക്കാണോ? അല്ല അത് എന്നെ വിട്ടുപോയി. കാരണം അവരെന്നെ കയറി പിടിച്ചതാ. എപ്പോഴും അങ്ങനെ കേസായി. നീ എന്താ കാണിക്കുന്നത്? ഞാൻ പറയട്ടെ. അല്ല നീ ഒന്ന് മറിയാച്ചാൻ പ്രദീപേ. ഞാൻ ഈ കുട്ടിയോട് ഞാൻ കാര്യം പറയട്ടെ.
നീ നിന്നെ കൊല്ലും. ഒരു പിടിക്ക് നിന്നെ ഇത്രയും അടിയാ. കൊല്ലും. സാധാരണ അമ്മമാരെ കളിക്കല്ല, ഈ അമ്മ നീ കരയാതിരിക്കൂ ഇന്നലെ കരയത് പ്രശ്നം ഉണ്ടാക്കല്ലേ? ആ അമ്മ വിഷമിക്കുന്ന കണ്ടില്ലേ? ഞാൻ ഈ കുട്ടി പോകുന്നു, ഞാൻ കുട്ടിയുടെ കയ്യിൽ കയറി അയ്യോ ഇടിച്ചും നിന്റെ ഞാൻ നിന്റെ ഉണ്ടല്ലോ പിടിച്ചു. നിന്നെ അയ്യോ കരോട്ടയാണോ? ചിലപ്പോ കരോട്ടായിരിക്കും, ചിലപ്പോ കുംഫായിരിക്കും, ചിലപ്പോ ചൂടായിരിക്കും. അല്ല ഈ കുട്ടി ഇങ്ങനെ ഞാൻ പിടിച്ചു. പിടിച്ചിട്ട് മോളെ അവിടെ പിടിച്ചു, അവിടെ നിന്ന് മോള് വരൂ. അല്ല മോളെ കാണിച്ചു തരാം. മോളെ നിനക്ക് എന്താ സാരമായ കുഴപ്പമില്ല. നിന്റെ അടുത്ത് ഒരു തവണ പറഞ്ഞു സാർ ഒരു കാര്യം മനസ്സിലാക്കും. നിങ്ങൾക്ക് ഈ ഫീൽഡിൽ നിൽക്കുന്നതല്ലേ? എന്താ? എത്ര വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. ഞാൻ വേറെ ജോലി അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല പ്രതിഭ. ഇന്ന് വരെ 28 വർഷമായിട്ട് ഇങ്ങനെ ഒരു ജോലിക്ക് ഞാൻ പോയിട്ടില്ല. ഞാൻ അയക്കുന്ന കുട്ടികളെ അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാർ മാത്രമേ ഞാൻ അയച്ചുള്ളൂ. അല്ലാതെ നിന്റെ തോന്നിവാസം കാണിക്കാനുള്ള അലവരാതി ഡയറക്ടർമാർക്ക് അയച്ചു കൊടുക്കാനുള്ള ആളെ പ്രതിമരുത്തോട്. ശ്വാസം വിട് ഏട്ടാ, ശ്വാസം വിട്. വെള്ളം വേണം. പ്രതിമരുത്തോട് എന്താ നീ വിചാരിച്ച? നീ പ്രതിമരുത്തോടെ കുറിച്ച് എന്താണ് വിചാരിച്ചത്? ഒരു ബി പി ഗുളിക അതെ, ഇത് എന്തോന്ന് ഇങ്ങനെ അല്ലെ ഞാൻ സൗകര്യം പറഞ്ഞ് മനസ്സിലായോ? അവളെ അടുത്ത സിനിമയിൽ നായികയാക്കാം. കണ്ട നല്ല ഫ്രെയിം. നിനക്ക് ഞരമ്പല്ലടാ, നിനക്ക് മേഡം ഇങ്ങനെ ഉപദ്രവിക്കല്ലേ മേഡം? ഒടിച്ചു കളയരുത് കേട്ടോ. നിങ്ങൾ ഒരു കലാകാരന്റെ ഫ്രെയിമിൽ ഒടിച്ചു കളയരുത്. ഓക്കെ ഇതെന്തൊരു പിടുത്തം പിടിച്ചത്? എന്റെ ഇവിടെയൊക്കെ ഉണ്ട് ചേട്ടാ. നീ എന്താ ഇറച്ചി ഞാൻ പറയാം മോളെ, ഞാൻ പറയുന്ന കേൾക്കൂ, ഞാൻ പറയുന്ന കേൾക്കൂ, ഞാൻ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കൂ. ഇതൊന്നും കുടിക്കുകയില്ല. ഞാൻ എന്താ മോളെ കയ്യിൽ ഇങ്ങനെ പിടിച്ചതേ ഉള്ളൂ. അതല്ല ഞാനൊന്നും ചെയ്തില്ല. ഞാൻ അങ്ങനെ പിടിച്ചോളൂ. ഞാൻ അങ്ങനെ പിടിച്ചോളൂ. ഞാനാണ് പറഞ്ഞത്. ഒന്നുകൂടെ കൊടു. അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു. അതായത് കുട്ടി മാഡം പറയുന്ന ആദ്യം കേൾക്കൂ, ആദ്യം പറയുന്നത് കേൾക്കൂ. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. സാറിന്റെ നെഞ്ച് തകർന്നില്ല, ഇനി ഇരുന്നൂടെ? ഇങ്ങോട്ട് വേടാ. നിങ്ങൾ അടിക്കരുത്. സിനിമയുടെ പേരെന്താ? സിനിമയുടെ പേര് ലുട്ടാപ്പി കുന്തത്തിൽ. ഇല്ല, ലുട്ടാപ്പി കുന്തത്തിലോ അതോ ഡാഗിനി കുന്തത്തിലോ അതോ മായാവി കുന്തത്തിലോ? സത്യം പറ. ഉൾട്ടിയല്ല, ഉൾട്ട ഇവനൊക്കെ. മോളെ എന്നാ കൊച്ചിന്റെ കാല് വീണ് മാപ്പുറടാ, പോലീസ് വരുന്നുണ്ട്. കൊച്ചിന്റെ കാല് വീണ് മാപ്പുറടാ. ഞാൻ തെറ്റിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാം. അല്ല മാപ്പുറടാ. അല്ല അങ്ങനെയല്ല. എടാ കാല് പിടിച്ച് മാപ്പുറടാ. അങ്ങനെയല്ല, അത് മോശം. ഞാൻ ഒരു ഡയറക്ടർ ആണെന്ന് മാത്രം മനസ്സിലാക്കൂ. പെട്ടെന്ന് കാല് വിടടാ. ഞാനേ അങ്ങനെ ഞാൻ അല്ല ഒരു കാല് പിടിക്കാൻ കാല് പിടിക്കാം. അല്ല ഞാൻ സഹുവിടെ കാല് പിടിക്കാം. ആണിടാ മേലാൽ ആണിടാ സൗകര്യം ഇവിടെ നിൽക്കണം. ഞാനാണ് നിൽക്കണം. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് പറയൂ. എവിടെ ഞാൻ പിടിച്ചത് ഞാൻ നോക്കട്ടെ. കുട്ടിയുടെ കൈ നോക്കട്ടെ. നോക്കട്ടെ എന്റെ അടുത്ത് ലാസ്റ്റായിട്ട് ഞാൻ എടുത്ത് പറയാം. അതെ നീ പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. മേലാൽ നീ ഇത് ചെയ്യില്ല. ഓമയോടാണ് സത്യം ആണിടാ. മേലാൽ ഞാൻ ഇങ്ങനെ സ്ത്രീകളോട് ചെയ്യില്ല. മേലാൽ ഞാൻ ഇനി എന്റെ പേരിൽ ഒരു ഷോർട്ട് ഫിലിം പിടിക്കില്ല. അതെ ഇനി മേലാൽ ഇനി മൂവിയും ഞാൻ പറയടാ. മൂവിയും പിടിക്കില്ല. ഇത് ഓമൈഗോഡാണ് സത്യം. ഇത് ഓമൈഗോഡാണ് സത്യം. ഓമൈഗോഡാണ് സത്യം. ഓമൈഗോഡാണ് സത്യം. ഓമൈഗോഡാണ് സത്യം. കൗമുദി ടിവിയുടെ ഓമൈഗോഡ് എന്ന പരിപാടിയായിരുന്നു. അല്ലാതെ ഓഡീഷൻ അല്ല, അതിന്റെ ഓഡീഷൻ ആയിരുന്നു. ക്യാമറ കണ്ട എന്നാലും എന്താ പൊന്നെ പറഞ്ഞു, ഞങ്ങളടുത്ത് പറഞ്ഞു. BB കളക്ഷൻസ് അടൂർ നൽകുന്ന സമ്മാനം, മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം, ഡി പോൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം.